എല്ലാവർക്കും നമസ്കാരം. ഐ എം ഡോക്ടർ അനിഷ, നന്ദനം ആയുർ വെൽനസ് സെൻറ്റർ, ബാംഗ്ലൂർ. ഇന്ന് നമുക്ക് ഒരു സ്കിൻ പ്രോബ്ലം നോക്കാം. ആക്നെ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മുഖക്കുരു, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് സിസ്റ്റ്, ഇതെല്ലാം ആക്നയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ മുഴകൾ, വേദനയുള്ള ചെറിയ മുഴകൾ അണ്ടർ ദ സ്കിൻ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മുഖത്തും ചെസ്റ്റിലും ആണ് കാണപ്പെടാറ്. ചിലപ്പോഴൊക്കെ ബാക്കിലും ഷോൾഡറിലും കാണപ്പെടാറുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിലെ ഹെയർ ഫോളിക്കിൾസ് അഥവാ രോമകൂപങ്ങൾ എണ്ണ, ഡെഡ് സ്കിൻ സെൽസ് ആൻഡ് ബാക്ടീരിയ എന്നീ കാരണങ്ങളാൽ അടഞ്ഞുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടീനേജേഴ്സിൽ കുറച്ചുകൂടെ മുഖക്കുരു കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ബാക്കിയുള്ള ഏജ് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ പ്യൂബേർട്ടി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, പ്രായപൂർത്തിയായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും അവരിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്സ് ഹോർമോൺസ് ആണ്. അത് അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായി ശരീരത്തിൽ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓയിൽ ഡെഡ് സ്കിൻ സെൽസുമായിട്ട് ചേർന്ന് ഈ രോമകുപങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പോസിലെ അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഈ പഴുപ്പ് നിറഞ്ഞ കുരുക്കളായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ആക്നെ, മുഖക്കുരു ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷവും കഫദോഷവും അധികരിച്ചുണ്ടാവുന്ന ഒരവസ്ഥയാണ്. പിത്തം എന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറയാം. അപ്പോൾ എക്സസ് ഹീറ്റ് പ്രൊഡക്ഷൻ ഇൻ ദ ബോഡി, അതുപോലെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഇൻ ദ ബോഡി. പിന്നെ രക്തശോധനയില്ലായ്മ, ഇംപ്യൂർ ബ്ലഡ് വേറൊരു കാരണം. ഹോർമോണൽ ഇംബാലൻസ്, സ്ട്രെസ്, ഉറക്കക്കുറവ്, അതുപോലെ ദഹനം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുക, ഇവയെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ റെമഡീസ് എന്ന് പറയുന്നത് തന്നെ കാരണങ്ങളെ ഒഴിവാക്കുക. അതിൽ ആദ്യമായിട്ട് പറഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കുക. അപ്പോൾ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയുകയും ചെയ്യും, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ടോക്സിൻസിനെ പുറത്തേക്ക് കളയാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. ഇത്രയും പൊല്യൂട്ടഡ് ആയ എൻവയോൺമെൻറ്റിലും പിന്നെ ഇപ്പോൾ ചൂട് അധികമായി നിൽക്കുന്ന ഈ അവസ്ഥയിലും ദിവസം 2 നേരം മസ്റ്റായിട്ട് കുളിക്കുക. അപ്പോൾ ഇത് മുഖത്ത് വരുന്നൊരു പ്രോബ്ലം പറയുന്നതുകൊണ്ട് തന്നെ ദിവസം 2 നേരം മുഖം കഴുകുക, നല്ല പ്ലെയിൻ വാട്ടറിൽ. അതുപോലെ പുറത്തുനിന്ന് വന്നാലും മുഖം കഴുകുക. പിന്നെ ചിലരിലുള്ള ഒരു പ്രവണതയാണ് ഈ മുഖക്കുരു എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ പൊട്ടിക്കുക എന്നുള്ളത്. അത് അവോയ്ഡ് ചെയ്യുക. അത് ഈ പ്രോബ്ലത്തെ വഷളാക്കുകയുള്ളൂ. സോ അവോയ്ഡ് ടച്ചിങ് യുവർ ഫേസ് അഗെയിൻ ആൻഡ് അഗെയിൻ. പിന്നെ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും, എന്തൊരു അസുഖം വന്നാലും നമ്മുടെ ആഹാര വിഹാരങ്ങളാണ് അതിനെ വഷളാക്കുന്നതും അതിനെ കുറയാൻ സഹായിക്കുന്നത്. അപ്പോൾ വിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ദിവസേനയുള്ള ചര്യകൾ കുറച്ച് നമ്മൾ പറഞ്ഞു. വെള്ളം കുടിക്കുന്നത്, വ്യക്തി ശുചിത്വം, അതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് പാടേ ഒഴിവാക്കുക. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ വഷളാക്കുകയേ ഉള്ളൂ. ഇനി നമുക്ക് ആഹാരത്തിലേക്ക് വന്നാൽ, ആഹാരത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഫ്രൈഡ് ഐറ്റംസ്, വറുത്തത്, പൊരിച്ചത്, അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം അറിയാമല്ലോ, ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി അധികമാണ്. അപ്പോൾ പിന്നെയും വറുത്തത് കഴിച്ചാൽ ശരിയാവില്ല. അതുപോലെ സ്പൈസി ഐറ്റംസ്, എരിവ് കഴിക്കുന്നതോറും ശരീരത്തിൻ്റെ ചൂട് കൂടുന്നു. അപ്പോൾ അതും ഇവിടെ പ്രോബ്ലമാണ്. അപ്പോൾ ഫ്രൈഡ് ഐറ്റംസ്, സ്പൈസി ഐറ്റംസ്, അതുപോലെ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് മീറ്റ്, ഈ പിസ്സ, ബർഗർ അങ്ങനെയുള്ളത്, അതുപോലെ ബേക്കറി, സ്വീറ്റ്സ്, ഇതെല്ലാം നമ്മൾ പാടെ അവോയ്ഡ് ചെയ്ത് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഭക്ഷണമാകുമ്പം അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും അതിനെ കൺട്രോൾ ചെയ്ത് കഴിക്കുക. നമ്മൾ ഇത്ര നാളിൽ ഇത്രേ ചെയ്യുള്ളൂ, ഇത്ര നാൾക്കുള്ളിലേ ഇത് കഴിക്കൂ, അങ്ങനെ ഒരു ഇതിലേക്ക് ആക്കുക. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളൂ. ഈ സ്കിൻ ഡിസീസിൽ പഥ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമത്തിലും പക്ക ഒന്ന് ഫോളോ ചെയ്താൽ, ഒരു പഥ്യം ഫോളോ ചെയ്താൽ 50% ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെ പറയാം. ബാക്കി പിന്നെയുള്ള കാരണങ്ങൾ അത് ജനറൽ ആയിട്ടല്ലാതെ എന്ത് കാരണത്താലാണ് ഇതുണ്ടായതെന്ന് നോക്കി അകത്തേക്ക് മരുന്നും കഴിക്കേണ്ടി വരും. അതുപോലെ കുറച്ച് ലേപനങ്ങളും ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.